സോഷ്യൽ സയൻസ് ടഫായിട്ടുള്ള നാലാമത്തെ ടിപ്പ് ഒരിക്കലും മിസ് ചെയ്യരുത്. ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യനും ചോദിക്കുക. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സോഷ്യൽ സയൻസ് പഠിക്കാനുള്ള 4 പ്രോ ടിപ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഒന്നാമത്തെ ടിപ്പ്, നിങ്ങൾ രാവിലെ എണീറ്റ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ വായിച്ച് പഠിക്കാൻ ഒരുപാടുണ്ട്, എഴുതി പഠിക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രാവിലെ എണീറ്റ് മാക്സിമം പഠിക്കുക. രണ്ടാമത്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഇത് ഞാൻ പറയാൻ കാരണം എല്ലാ ക്വസ്റ്റ്യനും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് വായിക്കാതെ പോകരുത്. ഓക്കെ. ഇനി മൂന്നാമത്തതാണ് മാപ്പ് മാർക്കിംഗ് പഠിക്കുക. ഇത് എന്ത് ചെയ്താലും 4 മാർക്കിനാണ് നിങ്ങൾക്ക് ചോദിക്കുക. ഒന്നെങ്കിൽ ഇന്ത്യയുടെ മാപ്പ് അല്ലെങ്കിൽ വേൾഡ് മാപ്പ്, ഇത് ഏതെങ്കിലും ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ ഇത് മാർക്ക് ചെയ്ത് പഠിക്കുക. ഓക്കെ. ഇനി നാലാമത്, ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഇമ്പോർട്ടൻ്റ് ആദ്യം പഠിച്ചു തീർക്കുക. ഇത് ഞാൻ പറയാൻ കാരണം, ഇമ്പോർട്ടൻ്റ് ആദ്യം നിങ്ങൾക്ക് പഠിച്ചു തീർക്കുമ്പോൾ നിങ്ങൾക്കൊരു വരും, ഒരു കോൺഫിഡൻസ് വരും. അതായത് ഞാൻ ഇതെങ്കിലും പഠിച്ചു എന്നൊരു കോൺഫിഡൻസ് വരും. അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മണ്ടത്തരം എന്നാണെന്നറിയോ, ഒരു ചാപ്റ്റർ തുടക്കം തൊട്ട് അവസാനം വരെ പഠിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ, നിങ്ങളൊന്നെങ്കിൽ യൂട്യൂബിൽ കയറി ഏതെങ്കിലും നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചാനൽ നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൂളുണ്ട്, അല്ലെങ്കിൽ ഗൂഗിളുണ്ട്. കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന്. അത് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കുക. ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ സോഷ്യൽ സയൻസിന് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയാം, ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യനും ചോദിക്കുക. അത് നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നേരിടുന്ന പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക.